പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം. സ്പോർട്സ് ന്യൂസ്. ഇന്ന് വീരു എന്ന വീരേന്ദർ സേവാഗിനെ കുറിച്ച് ആണ് സ്പോർട്സ് ന്യൂസ് ചർച്ച ചെയ്യുന്നത്. ഏതൊരു ബോളറുടെയും പേടി സ്വപ്നം. ഓപ്പണിംഗ് ബാറ്റ്സ്മാൻമാരിലെ ഏറ്റവും ധീരനായ ബാറ്റർ, വ്യത്യസ്തനായ ഒരു വെടിക്കെട്ട് ബാറ്റ്സ്മാൻ. ലോക ക്രിക്കറ്റിലെ തന്നെ വെടിക്കെട്ട് ഓപ്പണർമാരുടെ കൂട്ടത്തിലാണ് ഇന്ത്യയുടെ വീരേന്ദർ സേവാഗിന് സ്ഥാനം. വീരു എന്ന ആരാധകർ വിളിക്കുന്ന സേവാഗിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. രാജ്യാന്തര ക്രിക്കറ്റ് കരിയറിൽ ബോൾ ചെയ്യാൻ ഏറ്റവും ഭയന്നിരുന്നത് ഇന്ത്യൻ താരം വീരേന്ദർ സേവാഗിനെതിരെയും വെസ്റ്റ് ഇൻഡീസ് താരം ബ്രയാൻ ലാറയ്ക്കെതിരെയുമാണെന്ന് ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ പറഞ്ഞു തോർക്കുക. എന്നാൽ സച്ചിൻ ടെണ്ടുൽക്കറിനെതിരെ ബോൾ ചെയ്യുമ്പോൾ സേവാഗിനോളം ഭയപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച സ്പിന്നർമാരിൽ ഒരാൾ തന്നെയായിരുന്നു മുത്തയ്യ മുരളീധരൻ. സ്പിൻ ഇതിഹാസം. ക്രിക്കറ്റിന് ഒരു വെടിക്കെട്ട് മുഖം കൂടിയുണ്ടെന്ന് തെളിയിച്ച കളിക്കാരൻ തന്നെയാണ് മുൻ ഇന്ത്യൻ താരം വീരേന്ദർ സേവാഗ്. തന്റെ കരിയറിലുടനീളം ലോകോത്തര ബോളർമാരെ അടിച്ചു തകർത്താണ് സേവാഗ് കളിച്ചിട്ടുള്ളത്. 2003 ലോകകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനിടെ ഉണ്ടായ ഇത്തരം ഒരു രസകരമായ സംഭവത്തെപ്പറ്റി മുൻ ഇന്ത്യൻ താരം വീരേന്ദർ സേവാഗ് തന്നെ വെളിപ്പെടുത്തുകയുണ്ടായി. മത്സരത്തിൽ പലതവണ സേവാഗിന്റെ വിക്കറ്റ് വീഴ്ത്താൻ ശ്രമിച്ചിട്ടും അക്തറിന് അത് സാധിക്കാതെ വരുന്നു. അതോടെ അക്തർ സേവാഗിനെ സ്ലെഡ്ജ് ചെയ്യാൻ തുടങ്ങുന്നു. അതിന് സേവാഗ് നൽകിയ മറുപടി രസകരമായി മാറിയത് ഇങ്ങനെയായിരുന്നു. സേവാഗ് ബാറ്റിംഗ് ക്രീസിൽ നിൽക്കവെയായിരുന്നു അക്തർ അന്ന് പന്തെറിയാൻ വന്നത്. ഞാനായിരുന്നു സ്ട്രൈക്കർ എൻഡിൽ. അക്തർ ബോൾ ചെയ്യുന്നു. അയാൾ എനിക്കെതിരെ പന്തെറിഞ്ഞു കുഴഞ്ഞു. ശേഷം എന്നെ ചീത്ത പറഞ്ഞ് പ്രകോപിതനാക്കി. വിക്കറ്റ് എടുക്കാനായി അയാൾ പരമാവധി ശ്രമിക്കുന്നു. വിക്കറ്റിന് ഇപ്പുറത്തുകൂടി വന്നതിന് ശേഷം അക്തർ തുടർച്ചയായി അദ്ദേഹത്തിനെതിരെ ബൗൺസറുകൾ എറിയാൻ തുടങ്ങുന്നു. ഓരോ ബോൾ എറിയുമ്പോഴും ഹുക്ക് ചെയ്തു കാണിക്കൂ എന്നായിരുന്നു അക്തറിൻ്റെ വെല്ലുവിളി. സേവാഗ് പറയുന്നത് ഇങ്ങനെ: ഞാൻ ഇതിന് മറുപടി നൽകാൻ തീരുമാനിക്കുന്നു. നിന്റെ അച്ഛനാണ് നോൺ സ്ട്രൈക്കർ എൻഡിലുള്ളത്. ചെന്ന് അദ്ദേഹത്തോട് പറയൂ, അദ്ദേഹം ഹുക്ക് ഷോട്ട് കാട്ടിത്തരും. അതായിരുന്നു അക്തറിനോട് അന്ന് സേവാഗിന്റെ മറുപടി. ശേഷം അടുത്ത ഓവറിൽ സച്ചിനെതിരെ അക്തർ പരീക്ഷിച്ചു ഇതേ ബോൾ. ആ ബോൾ സച്ചിൻ സിക്സറിന് പായിച്ചു. ശേഷം വീണ്ടും സേവാഗ് അക്തറിനോട് ഇങ്ങനെയാണ് പറഞ്ഞത്: അച്ഛൻ അച്ഛനും മകൻ മകനുമാണ്. സേവാഗ് കൂട്ടിച്ചേർത്തത് ഇങ്ങനെയാണ്: ഒരു കാര്യമാണ് ഇതിലൂടെ പറയാനുള്ളത്, സേവാഗിനോട് കൊമ്പ് കോർക്കാൻ പോയാൽ കൃത്യമായി മറുപടി അയാൾ നൽകും. കൃത്യമായി മറുപടി കൊടുക്കാതെ സേവാഗ് ക്രീസ് വിട്ടു പോയിട്ടില്ല. ക്രിക്കറ്റിലെ ഏറ്റവും വലിയ മനോഹാരിതകളിലൊന്ന് വിക്കറ്റിനെ ലക്ഷ്യമാക്കി വരുന്ന മികച്ചൊരു പന്തിനെ ഒരു ചിത്രകാരൻ തന്റെ ബ്രഷ് ഉപയോഗിച്ച് ചിത്രം വരയ്ക്കുന്ന ലാഘവത്തോടെ ബാറ്റിന്റെ ഒരു തൂവൽ സ്പർശം വഴി ഗ്രൗണ്ട് എന്ന വലിയ ക്യാൻവാസിലെ പുൽനാമ്പുകളെ തഴുകിയൊഴുകി ബൗണ്ടറി കടത്തുന്നതാണ്. ഓരോ ബൗണ്ടറികളും കളിക്കാരന്റെ കരവിരുതിൽ ഓരോ ചിത്രങ്ങളായി പരിണമിക്കുന്ന കാഴ്ചയുടെ ഉന്മാദം പറഞ്ഞറിയിക്കാനാകാത്തതാണ്. ക്രിക്കറ്റ് ആസ്വദിക്കാത്തവർ പോലും കവികളായി പരിണമിക്കും അത്തരം കാഴ്ചകൾക്ക് മുന്നിൽ. അത്തരം കാഴ്ചകൾ നൽകിയ ഒരേ ഒരു ബാറ്റ്സ്മാൻ വീരേന്ദർ സേവാഗ്. സച്ചിനും ലാറയും ഒക്കെ വീട്ടമ്മമാർക്ക് പോലും പരിചിതരായത് അവരുടെ കളിമികവ് കൊണ്ട് മാത്രമല്ല, കൈമോശം വരാതെ കാത്തുസൂക്ഷിച്ച കളിയിലെ കല കൊണ്ടുകൂടിയായിരുന്നു. പൊതുവെ ക്ലാസ് ബാറ്റ്സ്മാൻമാരിൽ നിന്നും മാത്രം കണ്ടുവരുന്നതാണ് ഇപ്പറഞ്ഞ അഴകും ഒതുക്കവുമെല്ലാം. പൊതുവെ ബാറ്റിങ്ങിന് വേഗത കൂട്ടണമെങ്കിൽ ഇത്തരം സൗന്ദര്യാത്മകത വേണ്ടെന്ന് വെക്കേണ്ടി വരും. പന്തിനെ ആഞ്ഞു പ്രഹരിക്കേണ്ടി വരും, ഉയർത്തിയടിക്കേണ്ടി വരും. ജയസൂര്യയെപ്പോലെ, ഗെയിലിനെ പോലെ, മഹിയെപ്പോലെ, ഗില്ലിയെപ്പോലെ, അഫ്രീദിയെപ്പോലെ ഇപ്പറഞ്ഞ അളവഴകുകൾ അതിന്റെ പാരമ്യത്തിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ കോപ്പി ബുക്ക് ഷോട്ടുകൾ ഏറ്റവും സിമ്പിളാക്കി കളിച്ചു എന്നതാണ് സേവാഗിനെ മറ്റു ബാറ്റ്സ്മാൻമാരുടെ ഇടയിൽ നിന്നും വ്യത്യസ്തനാക്കിയത്. ഷോട്ടുകളിലെ പഴമയുടെ സൗന്ദര്യവും കലയിലെ ആക്രമണാത്മക മനോഭാവത്തിൽ പോലും കൈമോശം വരാതെ എന്നും കാത്തു സൂക്ഷിച്ച അപൂർവം താരങ്ങളിൽ ഒരാൾ തന്നെയാണ് വീരേന്ദർ സേവാഗ്. ക്ലാസ് നിലനിർത്തി അറ്റാക്ക് ചെയ്ത് കുറച്ച് ഇന്നിങ്സുകൾ കളിക്കുന്നത് പോലെ അല്ല ഒരിക്കലും ക്ലാസ് നിലനിർത്തി അറ്റാക്ക് ചെയ്ത് വിരുവിനെ പോലെ ഒരു കരിയർ തന്നെ കെട്ടിപ്പൊക്കുന്നതും. എന്നാൽ അപൂർവമായ ഹാൻഡ് ഐ കോർഡിനേഷൻ എന്ന ഒരു വിശേഷണത്തിൽ സേവാഗിന്റെ മിടുക്കിനെയും പ്രതിഭയെയും ഒരു വിഭാഗം വിമർശകരും നിരൂപകരും അടിവരയിട്ടു മാറ്റി നിർത്തുകയും ചെയ്തു. ഫുട്വർക്കിലെ പോരായ്മ ചൂണ്ടിക്കാട്ടി പലരും അയാളെ അപൂർണനായ ബാറ്റ്സ്മാൻ എന്ന് വിളിച്ചു. ഫുട്വർക്കിൽ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അയാൾ മറ്റൊരു സാധാ ബാറ്റ്സ്മാനായി പരിണമിച്ചു പോയേനെ എന്നതാണ് വാസ്തവം. അതാണ് സത്യം. എന്നാൽ അയാൾ അതൊന്നും ശ്രദ്ധിക്കാതെ ആരും കൊതിക്കുന്ന ഒരു കരിയർ കെട്ടിപ്പടുത്ത് വിമർശിച്ചവർക്ക് നിശബ്ദമായി തന്നെ മറുപടി നൽകി. ടെസ്റ്റിലും ഏകദിനത്തിലും 8000 റൺസ് വീതം നേടിയ ലോകത്തിലെ 13 താരങ്ങളിൽ ഒരാളാണ് വീരേന്ദർ സേവാഗ്. മറ്റുള്ള അതിവേഗ ബാറ്റ്സ്മാൻമാരിൽ നിന്നും വ്യത്യസ്തമായി സിക്സറുകളെക്കാൾ ഉപരി ബൗണ്ടറികളെ പ്രണയിച്ച കഥയാണ് സേവാഗിൻ്റേത്. ടെസ്റ്റിലും ഏകദിനത്തിലും 1000-ലധികം ബൗണ്ടറികൾ വീതം നേടിയ 7 കളിക്കാരിൽ ഒരാളാണ് സേവാഗ്. ഇതുകൂടാതെ നേടിയ റൺസിന്റെ പകുതിയിലധികവും ബൗണ്ടറി വഴി മാത്രം റൺസ് നേടിയ അപൂർവ സവിശേഷതയും ഉണ്ട് സേവാഗിന്. റൺസ് കണ്ടെത്താൻ കവർ ഡ്രൈവ്, സ്ക്വയർ കട്ട്, ഫ്ലിക്ക് ഷോട്ട്, പുൾ ഷോട്ട്, സ്ട്രൈറ്റ് ഡ്രൈവ് തുടങ്ങി കോപ്പി ബുക്ക് ഷോട്ടുകൾ തന്നെയായിരുന്നു സേവാഗിന്റെ ശക്തിയും പ്രണയവും. സ്കോറിംഗ് വർദ്ധിപ്പിക്കാൻ ലെഗ് സൈഡിലേക്ക് ശ്രദ്ധയൂന്നുന്ന ഇന്നത്തെ 2020 തലമുറയ്ക്ക് വേറിട്ട മുഖം തന്നെയാകും, ഒരു പാഠപുസ്തകം തന്നെയാകും വീരേന്ദർ സേവാഗ്.
കടുപ്പേറിയ ഫോർമാറ്റായ ടെസ്റ്റിലെ അയാളുടെ റെക്കോർഡുകൾ ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. ലിമിറ്റഡ് ഓവർ കരിയറിൽ അയാൾ ടീമിനു വേണ്ടി സമർപ്പിച്ചത് ഒരു ലോകോത്തര കരിയർ കെട്ടിപ്പടുക്കാനുള്ള അവസരം തന്നെയായിരുന്നു. ഇന്ത്യ ചവിട്ടിക്കയറിയതാകട്ടെ വലിയ റൺമലകളും. ഇന്ത്യ ഏകദിന ചരിത്രത്തിൽ 400 റൺസ് മറികടന്ന 5 മത്സരങ്ങളിൽ 3ലും മത്സരത്തിലെ താരം മറ്റാരുമായിരുന്നില്ല, സ്വന്തം വീരു തന്നെ. കളി നിയമങ്ങൾ വീണ്ടും വീണ്ടും ലഘൂകരിക്കപ്പെട്ടിട്ടും സേവാഗിനെ കവച്ചുവെക്കുന്ന ഒരു താരത്തെ നമ്മൾ ഇന്നും കാത്തിരിക്കുകയാണ്. ഗാലയിൽ മുരളിയും മെൻഡിസും വാസും കറക്കി വീഴ്ത്തിയ ഇന്ത്യൻ നിരയിൽ ഒറ്റയ്ക്ക് പിടിച്ചു നിന്ന് പടനയിച്ചു പൊരുതി നേടിയ ഇരട്ട സെഞ്ചുറി പ്രകടനം തന്നെയാണ് സേവാഗിന്റെ കരിയർ അടയാളപ്പെടുത്താൻ ഉത്തമോദാഹരണം. ടെസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ബാറ്റിംഗ് പെർഫോമൻസുകൾ അടയാളപ്പെടുത്തിയ ക്രിക്ക് ഇൻഫോ വീരുവിന്റെ ഈ ഒറ്റയാൻ പ്രകടനത്തിന് നൽകിയത് 6ാം റാങ്കായിരുന്നു. ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനങ്ങളിൽ ഏറ്റവും മുന്നിൽ വന്നതും മറ്റൊന്നല്ല. ഇപ്പോഴും വിമർശകർ ഉറപ്പിച്ചു തന്നെ പറയുന്നുണ്ട് സേവാഗ് അത്ര പോരാ എന്നും വെറും തട്ടുപൊളിപ്പൻ ശൈലിയായിരുന്നെന്നും. താൻ വെട്ടിത്തെളിച്ചെടുത്ത വഴിയിൽ കൂടി അയാൾ നേടിയെടുത്ത പേരും പെരുമയും വിമർശകരുടെ ഒച്ചയെത്തുന്നതിനും ഒരുപാട് മുകളിലാണ് അയാളെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇതുതന്നെയാണ് വാസ്തവം. വിമർശകരെ പരിഗണിച്ച് കളിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആഘോഷിക്കാൻ ഒരു സേവാഗ് തന്നെ ഉണ്ടാകുമായിരുന്നില്ല. വീരേന്ദർ സേവാഗ് എന്നും ഇന്ത്യൻ ബാറ്റിംഗ് നിരയിലെ ബാറ്റർമാരുടെ പട്ടികയിൽ മുൻപന്തിയിൽ തന്നെ. ഏതൊരു ബോളർക്കും ഒരു പേടി സ്വപ്നമാകുന്ന ബാറ്റർ. ഗാലറികളെ തീപ്പന്തുകൾ കൊണ്ട് പായിക്കുന്ന സേവാഗിന്റെ ബാറ്റിന്റെ ചൂടറിയാത്ത ബോളർമാർ ഇന്ന് ലോകത്തിലില്ല. ഇതാണ് വീരേന്ദർ സേവാഗ്. വീരേന്ദർ സേവാഗ് എന്നും ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ്. 99 നിൽക്കുമ്പോഴും 1 റൺസിന് ഓടിയെടുക്കാൻ തയ്യാറാവാത്ത സേവാഗ് ബൗണ്ടറികളെ സിക്സറുകളുടെയും ഫോറുകളുടെയും അദ്ദേഹത്തിന്റെ കൈകൾ കൊണ്ട് വേട്ടയാടിയ മനുഷ്യൻ. 6 റൺസിന് ഔട്ടാവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതുന്ന ധീരനായ ബാറ്റർ. 99 റൺസിലും 199 റൺസിലും 299 റൺസിലും സേവാഗ് ചെയ്തത് ഇതുതന്നെയാണ്. ബൗണ്ടറികളെ പ്രണയിച്ച മനുഷ്യൻ. ചീറിപ്പായുന്ന ബോളറുടെ കൈകളിൽ നിന്നും വരുന്ന പന്തുകൾക്ക് അതേ നാണയത്തിൽ അതേ വേഗത്തിൽ തിരിച്ചടി നൽകുന്ന ഒരേ ഒരു ബാറ്റർ വീരേന്ദർ സേവാഗ്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.